ഇപ്പോ ഭീഷ്മദേവന് ഉള്ളത് അർജുനനില്ല. കാരണം അർജുനൻ വില്ലാളി വീരനാണ്. ആൾറെഡി ഭീഷ്മദേവൻ വില്ലാളി വീരനാണ്. അപ്പൊ അടുത്ത ഇത്രയും 100 കൗരവരുണ്ട്, 5 പഞ്ചപാണ്ഡവരുണ്ടെങ്കിലും വില്ലാളി വീരൻ എന്നുള്ള പദവിക്ക് അർഹൻ ആരാണ്? അർജുനൻ തന്നെയാണ്. അപ്പൊ ആ ഒരു ഇഷ്ടമുണ്ട്. അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനും പ്രാക്ടീസും ഹാർഡ് വർക്കും റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള കഴിവും ഒക്കെ കണ്ടിട്ടാണ് ആ ഇഷ്ടം സ്വാഭാവികമായിട്ടും വരുന്നത്. അച്ഛന് 5 മക്കളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വീട്ടിലെ കാര്യങ്ങൾ ഉത്തരവാദിത്തോട് നോക്കുന്ന ആളിനോട് അച്ഛന് കൂടുതൽ ഇഷ്ടം തോന്നില്ലേ? സ്വാഭാവികം. മറ്റുള്ളവരോട് ഇഷ്ടം ഇല്ല എന്നല്ല അതിനർത്ഥം. എന്നാലും അല്ലെ, വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരാളെ, ഒരു മകനെ അമ്മയ്ക്ക് അച്ഛനും കൂടുതൽ ഇഷ്ടമാണ്. എന്നതുപോലെ ഭീഷ്മദേവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അർജുനനോടായിരുന്നു. കൂടുതൽ സമയം അദ്ദേഹം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മുത്തച്ഛൻ ഇപ്പോ അർജുനന്റെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. അപ്പൊ അതിന് വിഷമം കൂടോ കുറയോ? അയ്യോ, നല്ല രീതിയിൽ കൂടും. ഭയങ്കര സങ്കടമായിരിക്കും അല്ലെ? അങ്ങനെ അതുകൊണ്ടാണ് ഇന്നത്തെ ശ്ലോകത്തില് ഭീഷ്മ ദ്രോണന്മാർ എന്നുള്ള വാക്കില് ഭീഷ്മൻ ആദ്യം അവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കാൻ കാരണം അതുകൊണ്ടാണ്. 2 ദ്രോണർ ആരാണ്? ഗുരുവാണ്. എല്ലാവരുടെയും ഗുരു. കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരു. കൗരവർ ഭാഗ്യവന്മാരാണ്. കാരണം അത് അവരുടെ ഗുരുവിനെ അവരുടെ സൈഡിൽ നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. പക്ഷെ ദ്രോണർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? സംശയം എന്ത്? ലോകത്തിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ്? ലോകത്തിൽ ഏറ്റവും വലിയ വില്ലാളി വീരൻ എന്നുള്ള പദവി അർജുനന് ഞാൻ മേടിച്ചു കൊടുക്കുമെന്ന് ശപഥം ചെയ്ത വ്യക്തിയാണ് ദ്രോണ. അപ്പൊ ഇത്രത്തോളം ഇഷ്ടം ഉണ്ടായിരിക്കും. എന്നാല് സ്വന്തം മകൻ അശ്വത്ഥാമാവും കൂടെ അതിന്റെ മത്സരാർത്ഥിയാണ്. ആ വിഷയത്തിൽ ഒരു മത്സരാർത്ഥിയാണ് സ്വന്തം മകൻ. എന്നിട്ട് കൂടി ഏറ്റവും നല്ല നല്ല വിദ്യകളൊക്കെ ആർക്കേ പറഞ്ഞു കൊടുത്തുള്ളൂ? മകനല്ല പറഞ്ഞു കൊടുത്തത്, അർജുനനാണ് പറഞ്ഞു കൊടുത്തത്. കാരണം ഹീസ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന വ്യക്തിക്ക് കൂടുതൽ അറിവ് കിട്ടും, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കിട്ടും, കൂടുതൽ സ്ഥാനം കിട്ടും, കൂടുതൽ പോസ്റ്റ് കിട്ടും അല്ലേ? കൂടുതൽ പദവികൾ കിട്ടും. ഇവിടെ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ പേഴ്സൺ ആരായിരുന്നു ചോദിച്ചാൽ അർജുനൻ തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്കറും അദ്ദേഹം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ദ്രോണന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ശിഷ്യന്മാരാരും ചോദിച്ചാൽ പക്ഷാപാതാണോ? പക്ഷാപാതം അല്ലത്. സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു സ്കൂളിൽ ഒരുപാട് പിള്ളേരുണ്ട് അല്ലെ? എന്നാൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടിയോട് ടീച്ചർമാർക്ക് ഒരു ഇഷ്ടം സ്വാഭാവികമല്ലേ? തോന്നൂല്ലേ? അല്ലെ? അതുപോലെ അത്രയും. അപ്പൊ അങ്ങനെ ദ്രോണറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ശിഷ്യനായ അർജുനൻ ഇപ്പൊ നോക്കുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ദ്രോണ ഗുരു, എന്റെ ഓപ്പോസിറ്റ്, എന്റെ എതിരെ യുദ്ധം ചെയ്യാൻ വിഷമം ഉണ്ടാവും. എങ്ങനെയാണോ അമ്പെടുക്കണമെന്നും എങ്ങനെയാണോ വില്ല് പിടിക്കണമെന്നും എങ്ങനെയാണ് ഫോക്കസ് ചെയ്യണമെന്നും പറഞ്ഞു തന്ന ബാലപാഠം പഠിപ്പിച്ച വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. അപ്പൊ അവർക്കെതിരെ ഞാൻ എങ്ങനെ അമ്പ് ചെയ്യും? സ്വാഭാവികമായ ഒരു ടെൻഷൻ ആണത്. ആണല്ലേ? ഒരു സിനിമയില് തിരുവിളയാണ് ഏതെന്ന് ഓർക്കുന്നില്ല, ഒരു ശിവാജി ഗണേശന്റെ ഒരു പാഠമാണ്, ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പണ്ടത്തെ സിനിമ. നാവളത്ത പച്ചേ കിളി നാളെ വരും കച്ചേരിക്ക് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? അതായത് ശിവാജി ഗണേശ ആ സിനിമയില് വക്കീലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകനെ അദ്ദേഹം വക്കീലാക്കി. പക്ഷെ അച്ഛനും മോനും തമ്മിൽ തെറ്റി. അപ്പോ ഇപ്പോ കോടതിയിൽ കേസ് വന്നപ്പോ അച്ഛൻ എടുത്ത ആ കേസിന്റെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ വക്കാലത്ത് ആരെടുത്തിരിക്കുകയാണ്? മോൻ എടുത്തിരിക്കുകയാണ്. അപ്പൊ മോനെ കണ്ണെ പൊന്നേന്ന് വളർത്തിയിട്ട് ഇപ്പോ ആ മോൻ ആരുടെ എതിരെ സംസാരിക്കാൻ വരാൻ പോവുകയാണ്. നാളെയാണ് കോടതിയിൽ കേസ് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ രാത്രിയിൽ അച്ഛനാകുന്ന ആ ശിവാജി ഗണേശന്റെ ഹൃദയം വിങ്ങുന്നതാണ് ആ സിനിമയിൽ ആ പാട്ടിലൂടെ കാണും. മനസ്സിലായില്ലേ? അത് സ്വാഭാവികമായ കാര്യമല്ലേ? ടെൻഷൻ ഉണ്ടാവോ? അതാ. എന്നതുപോലെ ഇവിടെ അർജുനനാണ് വിഷമിക്കുന്നത്. ഞാൻ എങ്ങനെ ഗുരുക്കന്മാരുടെ എതിരെ, ഞാൻ മുത്തച്ഛന്റെ എതിരെ ഞാൻ യുദ്ധം ചെയ്യും? അതിൽ ഏറ്റവും കൂടി ഇഷ്ടമുള്ള 2 പേരുടെ പേര് പറയുകയാണെങ്കിൽ അത് ഭീഷ്മനും ദ്രോണനും. അതാണ് ഇന്നത്തെ ശ്ലോകത്തിൽ ഭീഷ്മന്റെ ദ്രോണന്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഇത് മുൻകൂട്ടി കണ്ട കൃഷ്ണൻ പറയാണ്, ഇതൊന്നും ആവശ്യമില്ലാത്ത ഹൃദയവേദനയാണ് ആണ് കൃഷ്ണൻ പറയുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ പറയും, ഇതൊന്നും ആവശ്യമില്ലാത്ത ഹൃദയവേദനയാണ്. നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? കൃഷ്ണൻ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു, ഇതൊക്കെ ആവശ്യമില്ലാത്ത ഹൃദയവേദന. പക്ഷെ ആവശ്യമില്ലാത്താണെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ഇമോഷണലായി പോവില്ലേ ഈ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെ? പക്ഷേ ഇമോഷണലും കർത്തവ്യവും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? ഇമോഷന്റെ കൂടെ നിൽക്കണോ? കർത്തവ്യത്തിന്റെ കൂടെ?
മനസ്സിലായ? ഓക്കെ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷ. ഇന്ന് തിരുവോണമാണ്. ഇന്ന് തിരുവോണം. വീട്ടിൽ എല്ലാ കൂട്ടുകുടുംബമാണ്, എല്ലാവരും വരികയാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൊണ്ടു തോന്നുന്നില്ലേ? നല്ല സദ്യ, പപ്പടം എല്ലാം ഉണ്ട്. എല്ലാവരും സ്വന്തക്കാരും മൊത്തത്തിലുണ്ട്, എല്ലാവരും ഒരു കൂട്ടുകുടുംബം. പക്ഷേ നമുക്ക് പോലീസിലാണ് ജോലി. മനസ്സിലായ? അപ്പോ ഇന്ന് ആര് വരുന്നുണ്ട്? പ്രസിഡന്റ് കേരളത്തിൽ വരും. നമുക്ക് പോസ്റ്റിംഗ് ഇട്ടിട്ടുണ്ട്. എന്ത് തന്നെ ഇമോഷൻ അനുസരിച്ച് നമ്മൾ എവിടെയുണ്ട്? സദ്യയിൽ നമ്മളും കൂടെ ഉണ്ട്. പക്ഷെ സദ്യ കഴിയാൻ പറ്റുമോ? പറ്റൂല. അന്ന് നാട്ടു റോഡില് വെയിലും കൊണ്ട് തിരുവോണത്തിന്റെ അവിടെ നിൽക്കണം. കാരണം എന്ത്? കർത്തവ്യം ഉണ്ട്. അപ്പൊ കർത്തവ്യം ഇമോഷൻ തമ്മിൽ ഇഷ്യൂ വന്നാൽ ഏതിന്റെ കൂടെ നിൽക്കണം? അത് ഇപ്പോഴത്തെയും കൂടെ നിയമമല്ലേ? ഇപ്പോഴും എല്ലാവരും ഫോളോ ചെയ്യുന്ന നിയമമല്ലേ? ആണല്ലോ. ഇത് തന്നെ അല്ലേ ശ്രീരാമചന്ദ്രൻ ചെയ്തത്? ശ്രീരാമചന്ദ്രൻ സ്വന്തം ഭാര്യയെ പതിവ്രതയാണെന്ന് നല്ല ബോധമാണ്, എന്നിട്ട് കൂടി എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? അത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ശ്രീരാമചന്ദ്രന്റെ മറ്റൊരു പേരെന്താ? അത് മര്യാദ പുരുഷോത്തം. എന്നാ എന്തെങ്കിലും മര്യാദ അതിനകത്തുണ്ടോ? ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഉപേക്ഷിക്കുക, എന്തെങ്കിലും ഒരു, അതും കാട്ടില്, അത് പറയാതെ ഞാൻ നിന്നെ ഉപേക്ഷിക്കാൻ പോണെന്ന് ഒരു മുന്നറിയിപ്പ് പോലും കൊടുക്കാതെ, അല്ലേ? എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം ലക്ഷ്മണന്റെ അടുത്ത് പറഞ്ഞ് കാട്ടുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ആശ്രമത്തിന് അടുത്ത് കൊണ്ട് വിട്ടയക്കാൻ പറഞ്ഞു. ആരുടെ? വാൽമീകിയുടെ ആശ്രമത്തിന് അടുത്തുകൊണ്ട് വിട്ടയക്കാൻ. പക്ഷെ സീതാദേവിയോട് അദ്ദേഹം പറഞ്ഞു, കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഇമോഷണലി അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ കർത്തവ്യത്തിൽ പിന്മാറാൻ കഴിയും. എന്താണ് അതിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചത്? അദ്ദേഹം നോക്കിയപ്പോ അവിടെ അന്നത്തെ രാജാഭരണമാണല്ലോ. അപ്പോ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി രാജാക്കന്മാര് ഫീൽഡിൽ ഇറങ്ങി ആൾക്കാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി വേഷപ്രച്ഛന്നനായി പോവാറുണ്ട്. ഓക്കെ, അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ആൾക്കാരെയും അങ്ങനെ വിടാറ്. ഓക്കെ, ചാരന്മാരെ വിടും. ഇവിടെ ചാരന്മാരെ വിട്ടപ്പോ അവിടുത്തെ ചാരന്മാര് നോക്കിയപ്പോ ഒരു വീട്ടില് ഒരു ലേഡി, ഭാര്യ, ഒരു വീട്ടിലെ ഭാര്യ 2 ദിവസം കഴിഞ്ഞാണ് വീട്ടിൽ വരുന്നത്. അപ്പൊ ഹസ്ബൻഡ് നോക്കിയപ്പോ ഭാര്യ 2 ദിവസം കാണാനില്ല, ഇപ്പൊ വന്നിരിക്കും. അപ്പൊ ചോദിച്ചു, നീ ഇത്ര ദിവസം എവിടെയായിരുന്നു? അത് ഞാൻ 2 ദിവസമല്ലേ മാറി നിന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും നീ എന്റെ വീട്ടിൽ കയറണമെങ്കിൽ നീ എവിടെ പോയിട്ട് വരുന്നു പറയണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ശ്രീരാമചന്ദ്രന്റെ ഭാര്യ 1 വർഷം എവിടെ ഇല്ലായിരുന്നു? കൂടെ ഇല്ലായിരുന്നു, മറ്റൊരു ദേശത്തായിരുന്നു. എന്നിട്ട് കൂടി ശ്രീരാമചന്ദ്രൻ സ്വീകരിച്ചല്ലോ, പിന്നെ എന്തുകൊണ്ട് എന്നെ നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടാണ്? ഭാര്യ ആരോട് ഭർത്താവ് നടന്നു. അപ്പൊ ഇത് കേട്ടപ്പോ ഈ വിഷയം ശ്രീരാമചന്ദ്രനോട് വളരെ വിഷമിച്ച് ആര് പറയുകയാണ്? ചാരൻ പോയി പറയും. അപ്പോ നാട്ടിലൊരു സംസാരമുണ്ട്, ശ്രീരാമചന്ദ്രൻ പോലും 1 വർഷം മാറി നിന്ന ഭാര്യയെ സ്വീകരിച്ചത്, പിന്നെ 1-2 ദിവസം മാറി നിന്ന് എന്നെ നിനക്ക് സ്വീകരിച്ച എന്നുള്ള ഒരു ചർച്ച വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ശ്രീരാമചന്ദ്രൻ വളരെ വിഷമമുണ്ടായി. കാരണം എന്ത്? ഇപ്പൊ മാതൃകാ പുരുഷോത്തമൻ, മര്യാദാ പുരുഷോത്തമനെ മാതൃക ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി മോശം കാര്യത്തിന് മാതൃകയാക്കിയിരിക്കുക എന്നുള്ളൊരു ഫീലിംഗ് രാമചന്ദ്രമൂർത്തിക്കുണ്ടായി. അപ്പൊ അത് ഭഗവാന് മനസ്സിലായി, ഇത് സമൂഹത്തിൽ വലിയൊരു ദോഷത്തിലേക്ക് കാര്യങ്ങൾ പോകും, അങ്ങനെ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു മാതൃക കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫും ഔദ്യോഗിക ലൈഫും തമ്മിൽ ഒരു കോൺട്രാഡിക്ഷൻ വന്നപ്പോ അദ്ദേഹം, മനസ്സിലായോ, ഇമോഷണലി ആരുടെ കൂടെയാണ്? ഇതിനു കൂടെയാണ്, ഒരു സംശയം വേണ്ട. ദേവി പതിവ്രതയാണെന്ന് പോരാഞ്ഞിട്ട് ദേവിയെ എന്ത് ചെയ്താണ് തിരിച്ചെടുത്തത്? അഗ്നിശുദ്ധി നേരത്തെയാണ് തിരിച്ചെടുത്തത്. അതുകൊണ്ട് രാമചന്ദ്രമൂർത്തിക്ക് ഒരിക്കലും എന്തില്ല, ഡൗട്ടൊന്നുമില്ല. പക്ഷേ ഈ ലോകത്തിനോട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അതിന് മാതൃകാപരമായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ മൈക്ക് കേട്ട് പ്രസംഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു തെറ്റായ കീഴ്വഴക്കം സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രമൂർത്തി പേഴ്സണൽ ലൈഫും ഔദ്യോഗിക ലൈഫും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ വന്നപ്പോ എന്ത് സെലക്ട് ചെയ്തു? ഔദ്യോഗിക ലൈഫിനെ സെലക്ട് ചെയ്തു. കാരണം ഭർത്തൃധർമ്മവും രാജധർമ്മവുമാണ് ഇവിടെ കോൺട്രഡിക്ഷൻ വന്നത്. ഭർത്തൃധർമ്മവും രാജധർമ്മവും കോൺട്രഡിക്ഷൻ ആണ്. അപ്പൊ ഭർത്തൃധർമ്മവും രാജധർമ്മവും തമ്മിൽ കോൺട്രഡിക്ഷൻ വന്നാല് ഏത് ധർമ്മം സ്വീകരിക്കണം? രാജധർമ്മം സ്വീകരിക്കണം. അതാണ് അതിന്റെ ശരി. ശരി, ഇനി അടുത്തത് ഭഗവത് ധർമ്മവും രാജധർമ്മവും തമ്മിൽ കോൺട്രഡിക്ഷൻ വന്നാലോ? ഭഗവത് ധർമ്മവും
രാജധർമ്മം തമ്മിൽ കോൺട്രഡിക്ഷൻ വന്നാൽ ഏത് ധർമ്മം സ്വീകരിക്കണം? ഇത് ഭഗവത് ധർമ്മം. മനസ്സിലായോ? അതായത് നമുക്ക് എന്തൊക്കെ ധർമ്മമുണ്ട്? പിതൃധർമ്മം, പുത്രധർമ്മം, പ്രജാധർമ്മം, രാജധർമ്മം, മന്ത്രിധർമ്മം, പിന്നെ പിന്നെന്താ ഭാര്യാധർമ്മം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. ഓക്കെ. പക്ഷേ ഇതെല്ലാം ഒന്നിനേക്കാളും ഒന്ന് മേളിലോട്ട് താഴോട്ട് അങ്ങനെ കണക്കും. അതില് ഒന്നാണ്, നിങ്ങൾക്കറിയാം, ഒരു ശരീരത്തിൽ ഒരു മുറിവ് വന്നാൽ അതിനെ മുറിച്ചു മാറ്റുന്നത് ആ രോഗിയെ ശിക്ഷിക്കുന്നതാണോ രക്ഷിക്കുന്നതാണോ? രക്ഷിക്കുന്നതാണ് അല്ലേ? ശരിയല്ലേ? അതെ. അതേപോലെ ചില സമയത്ത് ശിക്ഷ വേണ്ടി വരും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ രാജ്യത്തിനെ രക്ഷിക്കാൻ. ഓക്കെ. ഉദാഹരണത്തിന് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഒരു ഒരു വ്യക്തിയെ കളഞ്ഞ് കുടുംബത്തിനെ രക്ഷിക്കാം. ഒരു വ്യക്തിയെ കളഞ്ഞ്, മോശപ്പെട്ട ഒരു വ്യക്തി ആ കുടുംബത്തിൽ ജനിച്ചാൽ അതിനെ കളഞ്ഞ് കുടുംബത്തിനെ രക്ഷിക്കാം. ഇല്ലാതെ അതിനെ വളർത്തിയാൽ കുടുംബം നശിക്കും. കണ്ട്, ഒരു വ്യക്തിയെ കളഞ്ഞ്, ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു ശരീര അവയവത്തിനെ കളഞ്ഞ് ആ വ്യക്തിയെ രക്ഷിക്കാം. ശരീര അവയവത്തിനെ കളഞ്ഞ് ആ വ്യക്തിയെ രക്ഷിക്കാം. ആ വ്യക്തിയെ കളഞ്ഞ് കുടുംബത്തിനെ രക്ഷിക്കാം. കേൾക്കുന്നുണ്ടോ മാഡം? ശരീര അവയവത്തിനെ കളഞ്ഞ്, ശരീര അവയവത്തിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റി അതിനെ കളഞ്ഞ് ആ വ്യക്തിയെ രക്ഷിക്കാം. വ്യക്തിയെ കളഞ്ഞ് കുടുംബത്തിനെ രക്ഷിക്കാം. കുടുംബത്തിനെ കളഞ്ഞ് സമൂഹത്തിനെ രക്ഷിക്കാം. ആ സമൂഹത്തിനെ കളഞ്ഞ് രാഷ്ട്രത്തിനെ രക്ഷിക്കാം. ആ രാഷ്ട്രത്തിനെ കളഞ്ഞ് ലോകത്തിനെ രക്ഷിക്കാം. മനസ്സിലായോ? അപ്പൊ ഏതാണ് എന്റെ മേളിൽ മനസ്സിലായല്ലോ? അതാ. അപ്പോ അങ്ങനെ കളയാനുള്ള ഒരു ഉപദേശം ധൃതരാഷ്ട്രന് കിട്ടി. ആരെ കളയാൻ? ദുര്യോധനന് പിറന്നപ്പോ തന്നെ മൊത്തം അപശകുനം ഉണ്ടായി. അപ്പൊ അതിനെ കളയാനാണ് പറഞ്ഞത്. അദ്ദേഹം കളഞ്ഞില്ല. അതോടുകൂടി ആ കുടുംബവും മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണല്ലോ ഈ മഹാഭാരത യുദ്ധം ഉണ്ടാവുന്നത് തന്നെ ദുര്യോധനെ കളയാത്തതുകൊണ്ട് പറ്റിയതാണ്. ക്ലിയർ ആയല്ലോ? എന്നതുപോലെ നമുക്ക് ഇതേപോലെ നമ്മുടെ കർത്തവ്യവും ചിലത് കളയേണ്ടി വരും. നമ്മുടെ ശരീരത്തിന് ഒരു ഭാഗം വെട്ടിക്കളയുന്നത് മോശമാണോ? അല്ല, മോശമല്ലേ? മോശമാണ്. ഇത് ചില സമയത്ത് അത് വേണ്ടി വരും. ഇപ്പൊ ക്യാൻസർ ബാധിച്ചു, ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ ആ വ്യക്തി രക്ഷപ്പെടുമെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞല്ലേ പറ്റൂ. എന്നതുപോലെ കർത്തവ്യത്തിലും ചില സമയത്ത് ചിലത് ഒന്ന് മേളിലൊന്ന് താഴെ വരും. അപ്പൊ ഒന്നിനെ കളഞ്ഞാലേ മറ്റൊന്നിനെ രക്ഷിക്കാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, പിതൃധർമ്മം, പുത്രധർമ്മം, പ്രജാധർമ്മം, രാജധർമ്മം, അങ്ങനെയുള്ള ഒരുപാട് ധർമ്മങ്ങൾ ഉണ്ടെങ്കിലും ചില ധർമ്മങ്ങൾ തമ്മിൽ കോൺട്രഡിക്ഷൻ. അപ്പൊ നമ്മൾ എന്ത് കളഞ്ഞേ പറ്റൂ? ഒന്ന് കളഞ്ഞേ പറ്റൂ. അതിൽ ഏത് കളയണമെന്നും ശാസ്ത്രത്തിൽ വിധിയുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞു പോലീസുകാരന്റെ ഡ്യൂട്ടി, അല്ലെ? പോലീസുകാരന്റെ ഡ്യൂട്ടി ഓണത്തിന്റെ അന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ കുടുംബ ധർമ്മമുണ്ട്, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നുള്ള കുടുംബധർമ്മം. അതുകൊണ്ട് ഉദ്യോഗധർമ്മമുണ്ട്. ഇത് രണ്ടും കോൺട്രഡിക്ഷൻ വന്നപ്പോ അത് ഏതാണ് സെലക്ട് ചെയ്തത്? ഉദ്യോഗധർമ്മമാണ് സെലക്ട് ചെയ്തത്, മറ്റത് കളഞ്ഞു. എന്നതുപോലെ ചില സമയത്ത് നമ്മൾ ചില ധർമ്മം തമ്മിൽ കോൺട്രഡിക്ഷൻ വന്നാല് മറ്റത് വിട്ടേക്കണം. അങ്ങനെ എന്തൊക്കെ ധർമ്മം ഉണ്ടെങ്കിലും നിങ്ങൾ വിടണം. ഏത് ധർമ്മത്തിനും ഓപ്പോസിറ്റ് ആണ് പറഞ്ഞെങ്കിൽ ഭഗവത് ധർമ്മത്തിനും ഓപ്പോസിറ്റ് ആണ് എന്ന് പറയുന്ന ഭൗതിക ശ്ലോകം ഏതാണ്? സർവധർമാൻ പരിത്യജ. സർവധർമാൻ പരിത്യജ. ഉപേക്ഷിക്കൂ. ഏത് ധർമ്മം ഉപേക്ഷിക്കണം? സകല ധർമ്മം ഉപേക്ഷിച്ചോ. ഇനി ആ ധർമ്മം ഇതെന്നുള്ള ഒരു ചർച്ചയെ വേണ്ട. രാജധർമ്മം, പ്രജാധർമ്മം, പുത്രധർമ്മം, എന്ത് ധർമ്മം ആയിക്കോട്ടെ, സകല ധർമ്മവും സർവ ധർമ്മ പരിത്യജ. സകല ധർമ്മവും നീ ഉപേക്ഷിച്ചോ. ഏതുമായിട്ട് കോൺട്രഡിക്ഷൻ വന്ന ഭഗവാനിലേക്ക് എത്തേണ്ട നമ്മുടെ യഥാർത്ഥ ധർമ്മത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏത് ധർമ്മം വന്നാലും നീ ഉപേക്ഷിച്ചോളുക. സർവധർമാൻ പരിത്യജ. എന്നിട്ട് നീ എന്ത് ചെയ്യണം? എന്നിട്ട് മിണ്ടാതിരിക്കാനല്ല, ആക്ടിവിറ്റി ഉണ്ട്. എന്താണ് ആക്ടിവിറ്റി? ഇപ്പോ കുടുംബത്തില് ഓണം, എല്ലാവരും വന്നിരിക്കുന്നു. ഏത് ധർമ്മം നമുക്കുണ്ട്? കുടുംബധർമ്മം നമുക്കുണ്ട്, ഒരുമിച്ച് കൂടുക എന്നുള്ളത്. അത് പരിത്യജിച്ചു. എന്നിട്ട് ആക്ടിവിറ്റി ഉണ്ട്. എന്താണ് ആക്ടിവിറ്റി? ഉദ്യോഗത്തിന് പോകണം. കുടുംബത്തിന് വന്നില്ല, ഉദ്യോഗത്തിന് പോയില്ല, അങ്ങനെ വരാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ ആക്ടിവിറ്റി ഉണ്ട്, നേരെ ജോലിക്ക് പോകണം. എന്നതുപോലെ സർവധർമ്മ പരിത്യജ. സർവധർമ്മം പരിത്യജിച്ചു. അപ്പൊ ജോലിയൊന്നുമില്ലേ? ജോലിയുണ്ട്. എന്താണ്? മാം ഏകം ശരണം വ്രജ. എന്നെ മാത്രം, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനെ മാത്രം ശരണം പ്രാപിക്കുക. അഹം തോ സർവപാപികോ. സർവധർമ്മങ്ങൾ ത്യജിക്കുമ്പോൾ നിനക്ക് കുറച്ച് പാപങ്ങൾ വരും. ചെയ്യേണ്ട കർത്തവ്യം ചെയ്യാതെ ആകുമ്പോൾ കുറച്ച് പാപം ഉണ്ട്. ആ പാപത്തിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു കൊള്ളാം.
ഭയപ്പെടേണ്ട. മനസ്സിലായ? ഇതാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ നമുക്ക് കോൺട്രഡിക്ഷൻ വരും ചില സമയത്ത് ആ കോൺട്രഡിക്ഷൻ വരുമ്പോൾ ഹൃദയം വേറെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, കർത്തവ്യം ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഏതേ സെലക്ട് ചെയ്യാവൂ? ഹൃദയമല്ല സെലക്ട് ചെയ്യേണ്ടത്, കർത്തവ്യമാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഹൃദയവേദനയോടുകൂടി തന്നെ ചിലപ്പോൾ അത് അനുഷ്ഠിക്കേണ്ടി വരും, എന്നാൽ അത് അനുഷ്ഠിക്കണം എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ധർമ്മം ഏതെന്ന് ചോദിച്ചാൽ ഭഗവത് ധർമ്മം തന്നെയാണ്. ഭഗവത് ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവത് ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കും. എന്ന് വെച്ചാല് ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ. ഇതാണ് ഭഗവത് ധർമ്മം. ജീവന്റെ സ്വരൂപം എന്ന് പറയുന്നത് അത് ഏത് ജീവനായിക്കോട്ടെ, കൃമി ആയിക്കോട്ടെ, കീടമായിക്കോട്ടെ, ജലജീവി ആയിക്കോട്ടെ, ഏജന്തു ആയിക്കോട്ടെ, സ്ഥാവരങ്ങളായിക്കോട്ടെ, ചെടികളായിക്കോട്ടെ, പറവകളായിക്കോട്ടെ, നാൽക്കാലികളായിക്കോട്ടെ, കൃമികളായിക്കോട്ടെ, കീടമായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അവരെല്ലാം വിളിക്കുന്നത് ജീവൻ എന്നാണ്. ജീവേന സ്വരൂപാഹി. ജീവന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് സ്വരൂപം. സ്വരൂപം എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? സ്വന്തം രൂപം. ശരിയായ അദ്ദേഹത്തിന്റെ സ്വന്തം രൂപം എന്തെന്നാൽ ജീവേന സ്വരൂപാഹി കൃഷ്ണേന, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിത്യദാസ. നിത്യദാസൻ എന്നേക്കുമായി ഭഗവാന്റെ ദാസനായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. ദാസൻ, ദാസ. ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ. നിത്യദാസ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത കോൺട്രാക്ട് പീരീഡിലേക്ക് അല്ല. ഇപ്പൊ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ 3 വർഷത്തേക്കുള്ള ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി ചുമതല ഏറ്റെടുത്തിരിക്കും, അല്ലെ? 3 വർഷത്തിന് മുമ്പ് ഇപ്പൊ റിസൈൻ ചെയ്തത് രാഹുൽ ദ്രാവിഡ് ആയിരുന്നു. അങ്ങനെ 3 വർഷ കോൺട്രാക്ട് അല്ല നമുക്കും ഭഗവാനും തമ്മിലുള്ളത്. നിത്യദാസ എന്താ? നിത്യവും നമ്മൾ ഭഗവാന്റെ ദാസനാണ്. ഒരിക്കലും നമ്മൾ അല്ല ഭഗവാൻ, നമ്മൾ ഭഗവാന്റെ ദാസനാണ്. അതിൽ തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഭാര്യയും ഭർത്താവും. ഭാര്യ ഭർത്താവില് വെളിയിൽ പറയുന്നത് ഭാര്യ ആരുടെ ദാസൻ എന്നാണ്? ഭർത്താവിന്റെ ദാസൻ. അപ്പൊ ഭാര്യ ഭർത്താവിനെ സേവിക്കണം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥത്തില് അങ്ങനെയാണോ നടക്കുന്നത്? ഇപ്പൊ നേരെ തിരിച്ചാ. ഇപ്പൊ നേരെ തിരിച്ചാ. അതാ യഥാർത്ഥത്തില് ഭാര്യ ഭർത്താവിനെ സേവിക്കുന്നതിനേക്കാളും കൂടുതൽ ഭർത്താവ് ഭാര്യയെ സേവിക്കുന്നുണ്ട്. അപ്പൊ വെളിയിൽ പറയുന്നതാണ് ഭാര്യ ഭർത്താവിനെ സേവിക്കണമെന്ന്. പക്ഷെ ഭാര്യ ഭർത്താവിനെ സേവിച്ചില്ലെങ്കിൽ കൂടി ഭർത്താവ് ഭാര്യയെ സേവിച്ചോണ്ടിരിക്കുകയാണ്. എന്നതുപോലെ ഭഗവാന്റെ നിത്യദാസൻ ആണ് നമ്മളെ ജീവാത്മാക്കൾ എന്ന് പറയുമ്പോഴും നമ്മൾ ഭഗവാൻ 1 കൊടുത്ത ഭഗവാൻ 9 തരും. അതാണ് അതിന്റെ വ്യത്യാസം. ഇവിടെ കൃഷ്ണൻ അർജുനന് തേരാളിയാണ്. ഇന്നത്തെ ശ്ലോകം നിങ്ങൾ പരിശോധിക്കൂ. ഇന്നത്തെ ശ്ലോകത്തിൽ ആരെയാണ് സേവിക്കുന്നത്? നേരെ തിരിച്ചാ പറയുമ്പോൾ നമ്മൾ നേരെ തിരിച്ചാ പറയുന്നത്. നമ്മൾ ജീവാത്മാക്കൾ ഭഗവാന്റെ സേവകരെന്നാണ്. ഇന്ന് കാണുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ തേരാളിയായി. അപ്പൊ ആരെയാണ് സേവിക്കുന്നത്? മനസ്സിലായ? തിരിച്ചും കൂടെ അതാണ് ആ ഭക്തന് ഭഗവാൻ തമ്മിലുള്ള ആത്മബന്ധം. അവിടെയാണ് ഭഗവാൻ ഒരു നാണക്കേടുമില്ല. നമുക്ക് ചിലപ്പോ ദാസനായ പദവി എനിക്ക് വേണ്ട, യജമാനായിരുന്നു കൊള്ളാം നമുക്ക് തോന്നും. പക്ഷെ കൃഷ്ണൻ ഒരിക്കലും അത് തോന്നില്ല. കൃഷ്ണൻ എപ്പോഴും മറ്റുള്ളവരുടെ ദാസൻ. ഞാൻ എന്റെ ഭക്തന്മാരുടെ ദാസൻ അവനാണ് എനിക്ക് ഇഷ്ടം എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പോ 1 കൊടുത്ത 9 തിരിച്ചു കിട്ടുന്ന ഒരു ബന്ധമാണ് ഭക്തനും ഭഗവാനും ബന്ധവും. മനസ്സിലായ? അതുകൊണ്ടാണ് പറയുന്നത് ഈ ലോകത്തില് പലതരം ബന്ധങ്ങളുണ്ട്. ആ ബന്ധം എന്ത് തന്നെ ആയിക്കോട്ടെ, എത്രത്തോളം ശക്തമാണെന്ന് നമ്മൾ അവകാശപ്പെട്ടാലായിക്കോട്ടെ, ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ കൊടുക്കുന്നതിന്റെ അത്ര തിരിച്ചു കിട്ടും. നിങ്ങൾ എഴുതി വെച്ചോ, ഒരു സംശയം വേണ്ട. നിങ്ങൾ എത്ര തന്നെ നല്ല ആത്മസുഹൃത്ത് അത് ആനച്ചേന എന്നൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും കഥനകഥയെ പറയാനുള്ളൂ. ഞാൻ കൊടുത്തതിന്റെ അത്ര എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളതായിരിക്കും ഒരു ഹിഡൻ അജണ്ട ആയിട്ട് നമ്മുടെ മനസ്സിലുള്ളത്. അതങ്ങനെ വരും. കാരണം ജന്മ മൃത്യു ജരാവ്യാധികളുള്ള ഈ ലോകത്ത് അങ്ങനെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂ. മനസ്സിലായ? കാരണം ഈ ലോകം അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരെ ഇങ്ങോട്ട് മേടിക്കാനേ പറ്റും, അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂല. അപ്പോ ഇങ്ങോട്ട് കിട്ടി അങ്ങോട്ട് കൊടുത്തില്ല എന്ന് വരുമ്പോൾ അവിടെ കോൺട്രഡിക്ഷൻ ഉണ്ട്. എക്സ്പെക്ടേഷൻ നടന്നില്ല. അതുകൊണ്ട് അവിടെ ഒരു മൂഡ് അവിടെ വരും. അപ്പൊ അങ്ങനെയുള്ള ഈ ലോകത്ത് ഒരേ ഒരു ബന്ധം മാത്രമേ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കിട്ടുന്നുള്ളൂ. അത് ഏത് ബന്ധമാണ്? നമ്മൾ ഭഗവാൻ തമ്മിൽ. മനസ്സിലായി? അതാണ് ഭഗവാനെ നമ്മൾ സ്നേഹിച്ചാൽ ഒരിക്കലും നിരാശരാവേണ്ടി വരില്ല. ലോകത്ത് വേറെ ആരെ നമ്മൾ സ്നേഹിച്ചാലും തിരിച്ച് നിരാശ ഉറപ്പാണ്. മനസ്സിലായി? അങ്ങനെ രസം, പരസ്പര ബന്ധത്തിന്റെ രസം എന്തെന്ന് ചോദിച്ചാൽ ഭഗവാനും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ തലതിരിഞ്ഞ പ്രതിഭാസമാണ് ഈ ലോകത്തിലെ ബന്ധങ്ങൾ. ഭഗവാനും നമ്മൾ തമ്മിൽ ശാന്തരസം,
ആ ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം, ഇവ ഉണ്ട്. ഓക്കെ, അത് ഭൗതിക ലോകത്തിൽ നമ്മൾ അന്വേഷിച്ച് നടക്കും. യഥാർത്ഥത്തിൽ നമുക്ക് ഭഗവാനോടുള്ള ബന്ധമാണ്. നമ്മൾ ഭൗതിക ലോകത്തിൽ വന്ന് പറഞ്ഞപ്പോൾ ഒരു ബന്ധം വേണമെന്ന് നമുക്കറിയാം, പക്ഷെ ആരോട് ബന്ധം സ്ഥാപിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മൾ ഈ ലോകത്ത് കണ്ടവരെല്ലാരോടും ഈ ബന്ധങ്ങൾ സ്ഥാപിക്കും. പക്ഷെ അവിടെ എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് കിട്ടണമെന്നാണ്. അതൊരിക്കലും കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങോട്ട് കിട്ടുന്ന ബന്ധം ഈ ലോകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന വ്യക്തികളാണ് എത്രയോ കോടി ജന്മത്തിന്റെ റിസർച്ച് കഴിഞ്ഞ് ആരെടുത്തെത്തുന്നത്? ഭഗവാന്റെ അടുത്ത്. മനസ്സിലായി? അതാണ് പറയുന്നത്. അങ്ങനെ അയാൾ സ്വരൂപം മനസ്സിലാക്കും. ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ. ആ ബന്ധം ഭഗവാനായിട്ടുള്ള അത് എപ്പോ മനസ്സിലാക്കും? ബഹുനാം ജന്മനാം അന്ത്യേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവം ഇതി സാ മഹാത്മാ സുദുർലഭ. ഒരുപാട് ജന്മമരണങ്ങൾക്ക് അവസാനം ബഹുനാം ജന്മനാം അന്ത്യേ ബഹുനാം ജന്മനാം അന്ത്യേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ഇതെല്ലാം നമ്മൾ പറഞ്ഞതെല്ലാം ജ്ഞാനങ്ങളല്ലേ, അറിവല്ലേ? ഈ അറിവ് എത്രയോ കോടി ജന്മങ്ങളുടെ ജനന മരണം കൊണ്ട് ഉള്ള സമയ പീരീഡ് കൊണ്ട് ഉണ്ടാക്കിയ ഈ അറിവ് കൊണ്ട് ബഹുനാം ജന്മനാം അന്ത്യേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ആരെ ശരണം പ്രാപിക്കുന്നു? അങ്ങനെ കൃഷ്ണന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരും, കൃഷ്ണനെ ശരണം പ്രാപിക്കും. വാസുദേവ സർവമിതി. ഭഗവാൻ വാസുദേവനാണ്, കൃഷ്ണനാണ് സർവ്വകാരണങ്ങൾക്കും കാരണമെന്ന് മനസ്സിലാക്കി, നമ്മുടെ എല്ലാ സന്തോഷത്തിനും ഹേതു എന്ന് മനസ്സിലാക്കി, നമ്മുടെ എല്ലാ ബന്ധങ്ങളും സമർപ്പണം ചെയ്യേണ്ടത് ഇദ്ദേഹത്തിന്റെ കൂടെയാണെന്ന് മനസ്സിലാക്കി ഭഗവാനെ ശരണം. അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഈ ലോകത്തിൽ വളരെ കുറച്ചുപേരേ ഉള്ളൂ. സുദുർലഭ. ഈ ലോകത്ത് വളരെ കുറച്ചുപേരെ അങ്ങനെ ആ പോസ്റ്റിൽ എത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ എത്തിയിട്ടില്ല. മനസ്സിലായോ? അത് എത്തണമെങ്കിൽ ബഹുനാം ജന്മനാം അന്ത്യേ. ഒരുപാട് ജന്മമരണങ്ങൾക്ക് ശേഷമേ ആ അറിവ് നമുക്ക് കിട്ടത്തുള്ളൂ, ശരണം പ്രാപിക്കത്തുള്ളൂ. അങ്ങനല്ല, ഇപ്പൊ നമ്മൾ കൃഷ്ണനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്റ്റേജിൽ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം, ഭൗതിക ശ്ലോകമുണ്ട്. എന്നാൽ അങ്ങനെ വന്ന ആയിരക്കണക്കിലും വീണ്ടും ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നോ രണ്ടോ പേരെ ഭഗവാനെ കുറിച്ച് അറിയാൻ ശ്രമിക്കത്തുള്ളൂ. അങ്ങനെ ശ്രമിക്കുന്നവരെല്ലാം ആയിരക്കണക്കിൽ ഒന്നോ രണ്ടോ പേരെ യഥാവിധം മനസ്സിലാക്കത്തുള്ളൂ. അപ്പൊ ആദ്യത്തെ 1000-ലെ ഒരാളെങ്കിലും നമ്മളാവാൻ നമുക്ക് പറ്റട്ടെ. എങ്കിൽ അടുത്ത നിയർ ഫ്യൂച്ചറിൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ശരണം പ്രാപിക്കാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമ്മൾ ഭൗതിക തൊട്ടവരാണ്, ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് ലെക്ചർ കേൾക്കാൻ കഴിഞ്ഞവരാണ്, നമ്മൾ റെഗുലറായിട്ട് നാമം ജപിക്കാൻ തീരുമാനിച്ചവരാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ലക്ഷ്യത്തില് അല്ലെങ്കിൽ ആയിരങ്ങളിൽ എത്തി എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ അത് അവിടെ കംഫർട്ട് സോൺ സെറ്റ് ചെയ്ത് ഇരുന്ന് കളയരുത്. നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകാൻ ആത്മാർത്ഥമായ ശ്രമം നടത്തേണ്ടതാണ്. ശരി, ഞാൻ പറഞ്ഞു വരുന്നത് പോയിന്റ് ഇതാണ്. ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ. ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ. കൃഷ്ണേന ജീവേന സ്വരൂപ ഹി കൃഷ്ണേന നിത്യദാസ. ജീവന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ ജീവേന സ്വരൂപ ഹി കൃഷ്ണേന നിത്യദാസ. ജീവന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ എന്നേക്കുമുള്ള ദാസനാണ് എന്നുള്ളതാണ്. ഓക്കെ, ശരി, ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റിലേക്ക് നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാം. അപ്പോ കർത്തവ്യങ്ങൾ കോൺട്രാഡിക്ഷൻ വരുമ്പോൾ ചെറിയ കർത്തവ്യത്തിനേക്കാളും വലിയ കർത്തവ്യം സെലക്ട് ചെയ്യണം. ശ്രീരാമചന്ദ്രൻ ചെയ്തതുപോലെ ശ്രീരാമചന്ദ്രൻ നോക്കിയപ്പോൾ ഭർത്തൃധർമ്മത്തിനേക്കാളും വലുതാണ് രാജധർമ്മം. അതുകൊണ്ട് ഭർത്തൃധർമ്മം ഉപേക്ഷിച്ച് രാജധർമ്മം സെലക്ട് ചെയ്യേണ്ടി വന്നു. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവാം. പക്ഷെ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ വലുത് തന്നെ സെലക്ട് ചെയ്യണം, ചെറുതല്ല സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഏത് സെലക്ട് ചെയ്യും? നമ്മൾ രാജധർമ്മം ഉപേക്ഷിച്ച് ഭാര്യയുടെ പുറകെ, അല്ലേ? അങ്ങനെയാണ്. പക്ഷെ അതല്ല ശ്രീരാമചന്ദ്രൻ മാതൃകയായിട്ട് കാണിച്ചത്. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് ശ്രീരാമചന്ദ്രൻ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ഹൃദയം നോക്കി തീരുമാനങ്ങൾ എടുക്കരുത്, നമ്മുടെ കർത്തവ്യം നോക്കി തീരുമാനം എടുക്കണം. ഇമോഷനിൽ നമ്മൾ അടിമപ്പെടരുത്, നമ്മൾ കർത്തവ്യത്തിൽ ഉറച്ചു നിൽക്കണം എന്നാണ് ശ്രീരാമചന്ദ്രൻ ഈ ലീലയിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു. ക്ലിയർ? ഇവിടെ അർജുനനെയും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ആരുപദേശിക്കുന്നു? ശ്രീകൃഷ്ണൻ ഉപദേശിക്കുകയാണ്. അതിനെ ഉപദേശിക്കാൻ ശ്രീകൃഷ്ണൻ അർഹതയുണ്ടോ? ഉണ്ട്. ശ്രീരാമചന്ദ്രനായി വന്നപ്പോ കാണിച്ചു തന്നത് ആ വ്യക്തിയാണ്. മനസ്സിലായോ? ശ്രീരാമനായി ചന്ദ്രനായി ഇതേ കൃഷ്ണനല്ലേ വന്നത്. അപ്പോ ഇതേപോലത്തെ കർത്തവ്യത്തിൽ ഒരു ഇഷ്യൂ വന്നപ്പോ
ഉന്നത കർത്തവ്യം സെലക്ട് ചെയ്ത് ജീവിതത്തിൽ ആചരിച്ച് കാണിച്ച വ്യക്തിയാണ് കൃഷ്ണൻ. അപ്പോ അർജുനനെ ഉപദേശിക്കാൻ അർഹത ഉണ്ടോ ഇല്ലയോ? ഇതേ വേദന ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എടുത്തതുപോലെ നീയും ഇതുപോലെ സിറ്റുവേഷൻ വന്നാൽ നീ ഹാൻഡിൽ ചെയ്യണം എന്ന് പറയാനുള്ള കറക്റ്റ് പേഴ്സൺ ആണ് കൃഷ്ണൻ. ശരിയല്ലേ? എന്തിന് പൂർവ്വജന്മത്തിന്റെ കാര്യം കൃഷ്ണൻ പറയണം? ഈ ജന്മത്തിൽ അതും അദ്ദേഹം അത് ചെയ്തില്ല. എന്താണ്? കഴിഞ്ഞ ജന്മത്തിൽ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ കർത്തവ്യ ഇഷ്യൂ വന്നപ്പോ ഉന്നത കർത്തവ്യം സെലക്ട് ചെയ്ത് ഉപേക്ഷിക്കേണ്ടി വന്നു. ഈ ജന്മത്തിലോ രാധാറാണിയെ ഭഗവാനും തമ്മിൽ ഭയങ്കര ബന്ധമല്ലേ? ആത്മബന്ധമാണ്. ഭഗവാനും കൃഷ്ണനും തമ്മിൽ ശരീരത്തിൽ ഭഗവാൻ തന്നെ രാധയായിട്ട് അവതരിച്ചതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. രാധ ഉണ്ടായത് കൃഷ്ണനിൽ നിന്ന് തന്നെ. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്, ഇല്ലെന്നല്ല. പക്ഷേ എന്നാലും ഒരു കർത്തവ്യ വിഷയം വന്നപ്പോ ഭഗവാൻ ഉടനെ അങ്ങ് പോയി. എവിടെ പോയി? മധുരയിൽ പോയില്ലേ? അക്രൂരൻ വന്ന് വിളിച്ചിട്ട് പോയില്ലേ? ഉടനെ പോയില്ലേ? അദ്ദേഹത്തിന്റെ ആവിർഭാവത്തിന്റെ ഉദ്ദേശം കംസനെ 8ാമത്തെ സന്തതിയായി ജനിക്കും, 8ാമത്തെ സന്തതിയായി 11ാമത്തെ വയസ്സിൽ കംസനെ നിഗ്രഹം ചെയ്യും എന്നുള്ള ആവശ്യത്തിനാണ് ഇദ്ദേഹം വന്നത്. അതുവരെ അദ്ദേഹം അവിടുത്തെ ലീലകളിൽ പങ്കെടുത്തെങ്കിലും ഒരു വിളി വന്നപ്പോ, സമയമായപ്പോ കർത്തവ്യ നിർവഹണത്തിന്റെ ആ ഒരു സീരിയസ്നെസ് ഉൾക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉടനെ എവിടെ എത്തി? മധുരയിലെത്തി. ആണല്ലോ. അപ്പൊ ഒരു സെക്കൻഡ് പോലും രാധാറാണി അവിടെ നിന്ന് മാറി നിൽക്കാൻ ആർക്ക് താല്പര്യമില്ല? കൃഷ്ണൻ താല്പര്യമില്ല. എന്നാലും ഭഗവാൻ നമുക്ക് മാതൃക കാണിച്ചു തന്നു. കർത്തവ്യം നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യണം എന്ന് കാണിച്ചു തന്നു. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ അർജുനനെ ഉപദേശിക്കാൻ അർഹതയുണ്ടോ? ഇല്ല. അതാ ആചാര പ്രചാരം. ആചരിച്ച് കാണിച്ച വ്യക്തിക്ക് മറ്റുള്ളവരോട് ഉപദേശിക്കാനുള്ള അർഹത ഉണ്ട്. കൃഷ്ണൻ സ്യൂട്ട് പേഴ്സൺ ആണ് ഇതുപോലത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ. കാരണം അദ്ദേഹം ചെയ്ത് ആചരിച്ച് കാണിച്ച വ്യക്തിയാണ്. മനസ്സിലായല്ലോ? അതാ. അതുകൊണ്ട് ഇപ്പോ ഇങ്ങനൊരു ഹൃദയ ദൗർബല്യം അർജുനനെ കണ്ടപ്പോ അർജുനനെ പറയാതെ തന്നെ മനസ്സിലാക്കിയ കൃഷ്ണൻ നോക്കി ചിരിക്കുകയാണ്. സിറ്റുവേഷൻ വരുമ്പോ ഫേസ് ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് നീ ഏതാണ് സെലക്ട് ചെയ്യാൻ പോണെന്ന് എനിക്കൊന്ന് കാണണം. നിന്റെ ഹൃദയത്തിനെ സെലക്ട് ചെയ്യോ നിന്റെ കർത്തവ്യത്തിനെ സെലക്ട് ചെയ്യോ എന്ന് എനിക്ക് കാണണം എന്ന് ആര് പറയാണ്? പറഞ്ഞില്ല, പറയാതെ പറയുന്നതാണ് ഇന്നത്തെ ശ്ലോകം. ഇതാ കൊണ്ട് നിർത്താൻ പറഞ്ഞല്ലോ, ഞാൻ നിർത്തി. ഇതാ കണ്ടോ ആരൊക്കെ നിൽക്കുന്നു? നിന്റെ മുത്തച്ഛൻ നിൽക്കുന്നു, നിന്റെ ഗുരുനാഥൻ നിൽക്കുന്നു. കണ്ടല്ലോ, കണ്ടപ്പോൾ മതിയായല്ലോ, സന്തോഷമായല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം കൊണ്ടുവരിക. പക്ഷേ തീരുമാനം ആരെടുക്കാൻ പോകുന്നു? അർജുനൻ എടുക്കാൻ പോകുന്നു. എന്താണ്? ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനം എടുക്കാൻ പോവുകയാണ്. അപ്പൊ അദ്ദേഹം ആര് പറയുന്നതാണ് കേൾക്കുന്നത്? ഹൃദയം പറയുന്നത്. ഇമോഷനിലാണ് അതിന് തീരുമാനമെടുക്കുന്നത്. ആണോ അല്ലയോ? അങ്ങനെ ഇമോഷണലി തീരുമാനം എടുക്കാൻ പാടുണ്ടോ? ഇമോഷണലി തീരുമാനം എടുക്കരുത്. ഇമോഷണലി തീരുമാനം എടുത്താൽ ആ കർത്തവ്യം നന്നായി വരില്ല. എത്ര നല്ല ഡോക്ടർ ആയാലും സ്വന്തം മകന്റെ ഓപ്പറേഷൻ ചെയ്യോ? കാരണം അവിടെ കർത്തവ്യം നിർവഹിക്കുമ്പോൾ ഇമോഷൻ കയറി വരും. അപ്പോ കൈകാലൊക്കെ വിറയ്ക്കും, അത് ശ്രദ്ധ മാറും, താഴോട്ട് പോകും. ആണല്ലോ. അതുകൊണ്ട് എത്ര വലിയ ഡോക്ടർ ആയാലും സ്വന്തമായിട്ട് ഓപ്പറേഷൻ വേറെ ഡോക്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. കാരണം അവിടെ ഇമോഷൻ കർത്തവ്യത്തിന് മറികടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ സ്വന്തം മകന്റെ ഓപ്പറേഷൻ എത്ര വലിയ ഡോക്ടറും ചെയ്യാത്തത്. കാരണം ഇമോഷൻ അല്ല അവിടെ വർക്ക് ചെയ്യേണ്ടത്. അവിടെ വർക്ക് ചെയ്യേണ്ടത് കർത്തവ്യമാണ്. അവിടെയാണ്. ഇവിടെ അർജുനൻ ഒരു പടയാളിയാണ്. ആരാണ്? ഒരു പടയാളിയാണ്. യുദ്ധം നടക്കുമ്പോൾ പടയാളിക്ക് വീട്ടിൽ എന്ത് ജോലി? മനസ്സിലായോ? യുദ്ധം നടക്കുമ്പോൾ പടയാളിക്ക് വീട്ടിൽ എന്ത് ജോലി? അതേ എവിടെ പോയി നിൽക്കണം? അതേ യുദ്ധകളത്തിൽ പോയി നിൽക്കണം. ഇല്ല, എന്റെ വെഡിങ് ഡേ ആണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ അപ്ലൈ ചെയ്താ ലീവ് കിട്ടോ? ഇല്ല. അവിടെ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്, അത് പേഴ്സണൽ കാര്യങ്ങളാണ്. രാജ്യകാര്യം വരുമ്പോ പേഴ്സണൽ കാര്യം മാറ്റി വയ്ക്കണം, ഇല്ലേ? അപ്പൊ അവിടെ പോയപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്നത് സ്വന്തക്കാരാണെന്ന് പറഞ്ഞിട്ട് ഒരു ജഡ്ജി നോക്കുമ്പോ കൊലപ്പുള്ളിയായിട്ട് കോടതിയുടെ ഫ്രണ്ടില് ഒരാള് വന്ന് കൂട്ടിക്കയറി നോക്കിയപ്പോ സ്വന്തക്കാരൻ. അപ്പൊ ജഡ്ജ് സ്വന്തക്കാരനായതുകൊണ്ട് നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം സ്വന്തം കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? പറഞ്ഞു മനസ്സിലായി? ഒരു ജഡ്ജ് ആ ജഡ്ജിന്റെ സ്ഥാനത്ത് കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു കേസ് നമ്പർ വിളിച്ചപ്പോൾ ഓപ്പോസിറ്റായിട്ട് വന്നയാൾ ഇയാളുടെ റിലേറ്റീവാണ്, സ്വന്തക്കാരനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ ചെയ്ത തെറ്റിൽ നിന്ന് മുക്തമാക്കി വിടാൻ പാടുണ്ടോ? എന്നതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആരായാലും ഒരു ജഡ്ജ് ചെയ്യേണ്ടത് മുഖം നോക്കാതെ നീതി നടപ്പാണ്. മുഖം നോക്കാതെ നീതി നടപ്പാണ്. ആണല്ലോ. അർജുനനും അതല്ലേ ചെയ്യേണ്ടത്? ഒരു പോലീസുകാരനും അതല്ലേ ചെയ്യേണ്ടത്? ജഡ്ജി മാത്രമല്ലല്ലോ, പോലീസുകാരനും അങ്ങനെ ചെയ്യണ്ടേ? പോലീസ് പിടിക്കാൻ പോയപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്നത് സ്വന്തക്കാരൻ, അതുകൊണ്ട് പിടിച്ചില്ല. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പോലീസിന്റെ ഡ്യൂട്ടി പോലീസ് ചെയ്യണം, ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? പിടിക്കണം.
അറസ്റ്റ് ചെയ്യണം. അയാളുടെ കർത്തവ്യം അയാളെ എന്നുപോലെ അർജുനൻ നോക്കിയപ്പോ അന്യായത്തിന്റെ കൂടെ ആരൊക്കെ നിൽക്കുന്നു? സ്വന്തം മുത്തച്ഛൻ നിൽക്കുന്നു. അന്യായത്തിന്റെ കൂടെ സ്വന്തം ഗുരുനാഥൻ നിൽക്കുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അനുസരിച്ച് അവിടെ സ്വന്തം ബന്ധമൊന്നും ഇല്ലല്ലോ. ഡ്യൂട്ടി അനുസരിച്ച് ന്യായത്തിന്റെ കൂടെ നിൽക്കാനാണ്, നീതിക്ക് വേണ്ടി പോരാടാൻ, ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം. യുദ്ധക്കളത്തിൽ ഇറങ്ങി തോക്കം പിടിച്ചിട്ട് അവിടെ കോംപ്രമൈസ് ചർച്ചയുടെ ആവശ്യമുണ്ടോ? കോംപ്രമൈസ് ചർച്ച എല്ലാം കഴിഞ്ഞിട്ടാണ് യുദ്ധം തുടങ്ങുന്നത്. അപ്പൊ യുദ്ധത്തിന്റെ അവിടെ വന്നിട്ട് കോംപ്രമൈസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ്റെ ആവശ്യമേ ഇല്ല. അവിടെ യുദ്ധം ചെയ്താൽ അല്ലേ? അല്ലെങ്കിൽ പട്ടാളക്കാരന് കോംപ്രമൈസ് ചർച്ച ചെയ്യാൻ അധികാരമുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ വാറെന്ന് വെച്ചോ, പട്ടാളക്കാരന്മാരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. തീരുമാനം എടുക്കേണ്ടത് രാഷ്ട്രീയക്കാരന്മാരല്ലേ? ഇന്ത്യൻ പ്രസിഡന്റ് പാകിസ്ഥാൻ പ്രസിഡന്റ് ചർച്ച ചെയ്ത് കോംപ്രമൈസ് ചെയ്യണോ അടികൂടണോ എന്ന് തീരുമാനിക്കേണ്ടത്. അവര് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തോക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വെടിവെക്കണോ അവിടെ കോംപ്രമൈസ് ചർച്ച ചെയ്യണോ? എന്തുപോലെയാണ് അർജുനന്റെ അവസ്ഥ. അർജുനൻ ഇവിടെ എത്തിക്കഴിഞ്ഞു, പടക്കളത്തിൽ എത്തിക്കഴിഞ്ഞു. അർജുനന് വേണ്ടി അല്ല യുദ്ധം ചെയ്യണത്. അർജുനൻ വെറും ഒരു എന്താണ്, ഒരു സൈന്യത്തിലെ ഒരാൾ മാത്രമാണ്. യഥാർത്ഥ രാജാവ് ആരാണ്? അദ്ദേഹത്തിന്റെ ചേട്ടനാണ്. ആര്? യുധിഷ്ഠിര മഹാരാജ. അപ്പൊ യുധിഷ്ഠിര മഹാരാജ പ്രഖ്യാപിച്ച ഒരു യുദ്ധത്തിന് അദ്ദേഹത്തിന്റെ അണിയായ അർജുനൻ യുദ്ധത്തിൽ പങ്കുകൊണ്ടാൽ യുദ്ധം ചെയ്യണം. അവിടെ സ്വന്തം ഇഷ്ടം അനിഷ്ടം ഒന്നും അവിടെ ചർച്ചാ വിഷയം എടുക്കേണ്ട ആവശ്യമില്ല എന്നും കൂടെ ആര് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്? ഭഗവാൻ ശ്രീകൃഷ്ണൻ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു. അതാ ഇനി ഒരു കാര്യം, നമ്മള് കർത്തവ്യത്തിൽ നിന്നും നമ്മൾ പിന്മാറിയത് കൊണ്ട് മാത്രം ഈ മുത്തച്ഛൻ ജീവിതകാലം മുഴുക്കെ മരിക്കാതിരിക്കുമോ? അദ്ദേഹത്തിന് മരണമേ ഇല്ലേ? മരണമുണ്ടോ? മരണമുണ്ട്. ആണല്ലയോ? ഇദ്ദേഹം ചെയ്ത തെമ്മാടിത്തനമെല്ലാം ചെയ്തുകൊണ്ട് ഒരു ദിവസം മരിച്ചു പോയാൽ, അതിനിവിടെ പണിഷ്മെന്റ് കിട്ടാതെ മരിച്ചു പോയാൽ, അടുത്ത ജന്മത്തില് ഈ തെമ്മാടിത്തനത്തിന് വേണ്ടി അദ്ദേഹം വീണ്ടും ജനിക്കാം. പറഞ്ഞു മനസ്സിലായോ? ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാമോ, ഒരു 2 ചർച്ച നടക്കും. തൂക്കിക്കൊല്ലുന്ന നിയമം നല്ലതാണോ ചീത്തയാണോ? നിങ്ങളുടെ അഭിപ്രായം. ഇവിടെ തൂക്കിക്കൊല്ലുന്ന നിയമം ഉണ്ടെന്ന് അറിയാലോ. എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരി സാധാരണ മജിസ്ട്രേറ്റ് ആയിരുന്നു, മുൻസിഫ് ആയിരുന്നു, സബ് ജഡ്ജ് ആയിരുന്നു, ഇപ്പൊ ഡിസ്ട്രിക്ട് ജഡ്ജായി, സെഷൻസ് കോടതി ജഡ്ജായി. നമ്മളെ ഇടയ്ക്ക് കണ്ടപ്പോൾ നമ്മൾ സംസാരിച്ചു. അപ്പൊ തൂക്കിക്കൊല്ലാനുള്ള പവറുള്ള ആളായല്ലോ എന്ന് നമ്മൾ ചോദിച്ചു. ഇവിടെ ശരിയാണ്, എനിക്ക് തൂക്കിക്കൊല്ലാനുള്ള അധികാരം ഉള്ള പോസ്റ്റിലാണ് ഞാനിപ്പോ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കുന്ന ഒരു കേസിൽ പ്രതിയെ തൂക്കിക്കൊല്ലാം, അല്ലെങ്കിൽ അയാൾക്ക് ഒരു മാപ്പ് കൊടുത്തൂടെ? അയാൾ എത്ര തന്നെ തെറ്റ് ചെയ്താലും അയാൾക്ക് ഒരു അവസരം കൂടെ കൊടുത്ത് അയാളെ ജീവിക്കാൻ അനുവദിച്ചൂടെ? തൂക്കിക്കൊല്ലണോ എന്നൊരു 2 അഭിപ്രായം ജനങ്ങൾക്കിടയിലുണ്ട് അല്ലെ? നിങ്ങളുടെ അഭിപ്രായം? ഒരാൾ തെറ്റ് ചെയ്ത തൂക്കിക്കൊല്ലുന്നതിൽ കുറഞ്ഞുള്ള എന്ത് ശിക്ഷയും കൊടുക്കാം, തൂക്കിക്കൊല്ലണ്ട എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അതോ തൂക്കി തന്നെ കൊല്ലണം എന്നാണോ? ഓരോരുത്തരുടെ പറയാം. മാതാജിയുടെ അഭിപ്രായം എന്താ? തൂക്കിക്കൊല്ലണോ വേണ്ടേ? വേണ്ട. ഓക്കെ, തൂക്കിക്കൊല്ലാം. വേണ്ടെന്നാണ് അഭിപ്രായം. കഠിന ശിക്ഷ കൊടുത്താൽ തൂക്കിക്കൊല്ലണ്ട, കൊല്ലണം. അതാ ഞാൻ പറഞ്ഞ തൂക്കിക്കൊല്ലണ്ട, വെടിവെച്ച് കൊല്ലണം എന്നാണ്. അപ്പൊ തന്നെ കൊല്ലണം എന്നാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ട്? കാരണം കുറെ ദിവസം കൂടി ജീവിക്കാനുള്ള അർഹത അവന് കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവനെ കൊന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത്രയും ഹീനകൃത്യം ചെയ്തുകൊണ്ടല്ലേ ആ ശിക്ഷ അവന് അട്രാക്ട് ആവുന്നത്. അപ്പൊ പിന്നെ നീട്ടി വയ്ക്കേണ്ട ആവശ്യമുണ്ട്, അപ്പൊ തന്നെ കൊല്ലണം എന്നാണ് എന്റെ. അതാ. അപ്പൊ അതിന്റെ നമ്മുടെ ഡിവോഷണൽ അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പറയുന്നത് എന്താണ് അത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഞാനും ഇത് പണ്ടേ ആലോചിച്ചിട്ടുണ്ട്. ഞാനും ഓപ്പോസിറ്റ് സൈഡൊക്കെ ആയിരുന്നു. പക്ഷെ അതിന്റെ ശാസ്ത്രം എന്തെന്ന് മനസ്സിലാക്കിയതിനു ശേഷം കൊല്ലണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഈ ജന്മത്തിൽ ചെയ്ത തെറ്റിന് നമുക്ക് ഈ ജന്മം തന്നെ പണിഷ്മെന്റ് ആ നിയമം, അവിടുത്തെ നിയമം, ആ ലാ ഓഫ് ദി ലാൻഡ് അനുസരിച്ച് കിട്ടിയില്ല എങ്കിൽ അടുത്ത ജന്മത്തിൽ ഇത് അനുഭവിക്കാൻ വേണ്ടി മാത്രം മറ്റൊരു ശരീരം എടുക്കണം. അപ്പൊ ശരീരം എടുക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ചീത്തയാണ്. കാരണം നമുക്ക് നമ്മുടെ യഥാർത്ഥ ജന്മ മൃത്യു ജരാവ്യാധിയുള്ള ഈ ലോകത്ത് നിന്നും നമ്മൾ കഴിയതും വേഗം ആധ്യാത്മിക ലോകത്തിൽ ജന്മ മൃത്യു ജരാവ്യാധി ഇല്ലാത്ത, കുണ്ടങ്ങളില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത വൈകുണ്ഠ ലോകത്തിലേക്ക് എത്തപ്പെടുകയാണ് ഏതൊരു ജീവാത്മാവിന്റെയും പരമമായ ലക്ഷ്യം. അപ്പൊ ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, അയ്യോ ഒരു പേഴ്സ് എടുക്കാൻ മറന്നെന്ന് പറഞ്ഞ് തിരിച്ചു കയറാൻ പാടില്ല. മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ. കാരണം സമയം എത്രയും കഴിയുന്ന നേരത്തെ നമ്മൾ വൈകുണ്ഠത്ത് എത്തണം എന്നാണ്. മനസ്സിലായോ?
അപ്പൊ അങ്ങനെയുള്ള ഈ ലോകത്ത് ഇയാൾ ഈ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഈ മരണപ്പെട്ടു എങ്കിൽ വൈകുണ്ഠത്ത് പോകാൻ പറ്റൂ. കാരണം അയാളുടെ ആ കർമ്മഫലം പിന്നോട്ട് വലിക്കുന്നു. അപ്പൊ അടുത്ത ജന്മം ഇതേപോലെ ശരീരം എടുത്താൽ മാത്രമേ അതിന് ആ പണിഷ്മെന്റ് ആ ജന്മത്തെ എടുത്താൽ മാത്രമേ അയാൾക്ക് ആ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് അയാളെ പിടിച്ച് താഴെ ഇറക്കാൻ മാത്രമേ അയാളെ മാപ്പ് കൊടുക്കുന്നതുകൊണ്ട് അയാൾക്ക് ഗുണമുള്ളൂ. ഗുണമില്ല, അയാൾക്ക് ദോഷമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതാത് ജന്മത്തില് അതാത് പാവങ്ങൾ അതാത് പാപപ്രവൃത്തികൾ ചെയ്ത് അതിൽ പണിഷ്മെന്റ് കിട്ടിപ്പോയാല് ആധ്യാത്മികമായ അയാളുടെ ഉയർച്ച വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് ഗുണമുള്ളൂ. മനസ്സിലായ? ഈ ജന്മത്താണ് എങ്കിൽ ഇന്ന പാപപ്രവൃത്തി ചെയ്തുകൊണ്ടാണ് ഇന്ന നമുക്ക് പണിഷ്മെന്റ് കിട്ടിയെന്നുള്ള ബോധമെങ്കിലും നമുക്ക് ഉണ്ട്. ആ പശ്ചാത്താപത്തോടുകൂടി മരിക്കാൻ പറ്റും, അത് ഗുണമാണ്. അടുത്ത ജന്മമാണ് ഇതേ ശിക്ഷ കിട്ടണമെങ്കിൽ അയാൾ ഈ ജന്മത്തിൽ ഞാൻ ഒരു പാപവും ചെയ്തില്ലല്ലോ എന്നേ അയാൾ ചിന്തിക്കത്തുള്ളൂ. അപ്പൊ അയാൾക്ക് ടാലി ആവൂല, അയാൾക്ക് ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും, പശ്ചാത്തലം അവിടെ വരില്ല. അതുകൊണ്ട് വീണ്ടും അയാളെ മറ്റൊരു കർമ്മഫലം അട്രാക്ട് ചെയ്ത് മറ്റൊരു കോടിക്കണക്കിന് ജന്മത്തിലേക്ക് അയാളെ വീണ്ടും കൊണ്ടുപോകും. അതിനേക്കാളും നല്ലത് ഇന്ന തെറ്റിന് ഇന്ന ശിക്ഷ എന്ന് പറയുമ്പോൾ അയാൾക്കൊരു പ്രായച്ചിത്ത ബോധം വരും. അത് അയാൾക്ക് സ്പിരിച്വലി ഒരുപാട് ഗുണം ചെയ്യും. അയാളുടെ ബോധമണ്ഡലത്തിൽ കോൺഷ്യസ്നെസ്സിൽ ആധ്യാത്മികമായ ഉയർച്ച ഉണ്ടാകും, വലിയ ഉപകാരമാകും. അയാളുടെ മനസ്സിൽ ഞാനാണ് ഇവിടുത്തെ അധികാരി എന്ന് പറഞ്ഞിട്ടാണ് ഈ പാവങ്ങളെല്ലാം ചെയ്തത്. അപ്പോ എന്നെക്കാൾ മുകളിലുള്ള ഒരു ശക്തി എന്നെ പണിഷ് ചെയ്തെന്ന് പറയുമ്പോൾ അത് നല്ലതാണ്. കാരണം നമുക്ക് മേലെ ഒരു ശക്തി ഉണ്ട് എന്നുള്ള ആ ഒരു നിലവാരത്തിലേക്ക് അയാളുടെ കോൺഷ്യസ്നെസ്സിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ആ ബോധത്തോടെ അയാൾ മരിക്കാൻ കഴിഞ്ഞാല് സ്പിരിച്വലി അയാൾക്ക് സ്വരൂപാവസ്ഥയിൽ എത്താൻ എളുപ്പമാണ്. സ്വരൂപാവസ്ഥ എന്താണ്? യജമാനനാണോ ദാസനാണോ സ്വരൂപാവസ്ഥ? സ്വരൂപാവസ്ഥ ജീവന സ്വരൂപായ കൃഷ്ണൻ ദാസൻ എന്നാണ്, യജമാനനല്ല. ഇയാൾ ക്ലെയിം ചെയ്തത് യജമാനൻ എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ്. അപ്പൊ അവിടെ തന്നെ നീ യജമാനനല്ല, നിനക്ക് ശിക്ഷയുണ്ട്, നീ ദാസനായിരുന്നു, ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യുന്നുള്ള ഒരു ബോധം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഈ ശിക്ഷയ്ക്ക് കഴിയുമെങ്കിൽ അയാൾ സ്പിരിച്വലി അയാൾ ഉയരുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് പണിഷ്മെന്റ് കൊടുക്കണം. മരണദണ്ഡനയാണ് അയാൾ ചെയ്തെങ്കിൽ മരണദണ്ഡന തന്നെ കൊടുക്കണം എന്നാണ് സ്പിരിച്വലി ഉള്ളത്. അങ്ങനെ ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തിന്റെ ബേസിലാണ് ഈ നിയമങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് എന്നത് സത്യം പറഞ്ഞ ചെറിയ തെറ്റിന് ചെറിയ പണിഷ്മെന്റ്, വലിയ തെറ്റിന് വലിയ പണിഷ്മെന്റ് എന്നുള്ളതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മനുസംഹിതയിൽ നിന്നും ഒക്കെ എടുത്ത നിയമത്തിൽ നിന്നുമാണ്. നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാണ് നിയമം ലാ ഓഫ് ദി ലാൻഡിൽ അത് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ ശിക്ഷ നല്ലതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. എന്തായാലും തെറ്റ് ചെയ്ത നിങ്ങളുടെ മുത്തച്ഛന് പണിഷ്മെന്റ് ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും കിട്ടും. കാരണം അവർ നിൽക്കുന്നത് അന്യായത്തിന്റെ കൂടെയാണ്. എങ്കിൽ അടുത്ത ജന്മം അവരെ ആ ശിക്ഷയ്ക്ക് തള്ളിവിടുന്നതിനേക്കാളും ഈ ജന്മത്തിൽ തന്നെ ആ ശിക്ഷ കൊടുത്ത് അക്കൗണ്ട് സെറ്റിൽ ചെയ്ത് വിടുന്നതല്ലേ അവർക്ക് നല്ലത്. അതുകൊണ്ട് നീ അവർക്ക് നന്മ ചെയ്യ് അർജുന എന്നാണ് ആര് പറയുന്നത്? കൃഷ്ണൻ. മനസ്സിലായോ? അല്ലാതെ അന്യായം ചെയ്യ് എന്നല്ല അർജുനനോട് അവകാശപ്പെടുന്നത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി അവർക്ക് കിട്ടേണ്ട പണിഷ്മെന്റ് കൊടുത്തു വിട് അർജുന, അടുത്ത ജന്മത്തിലേക്ക് അവരെ തള്ളിവിടാതെ എന്നാണ് പറയുന്നത്. ഇത് സ്പിരിച്വൽ വിഷൻ ഉള്ളവർക്കേ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? അപ്പൊ ഇതിലൂടെ അർജുനൻ യുദ്ധത്തിൽ ഇറക്കുന്നതിലോടുകൂടി കൃഷ്ണൻ ആരോട് കാരുണ്യം കാണിക്കുകയാണ്? ഭീഷ്മനോടും ദ്രോണനോടും കാണിക്കുകയാണെന്നുള്ളത് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവും? കേട്ടാ, ഒറ്റ നോട്ടത്തിൽ ഭഗവത്ഗീത നമ്മൾ സ്വന്തമായിട്ട് എടുത്ത് വായിച്ചാൽ നമ്മൾ ഒരിക്കലും ഈ തത്വം മനസ്സിലാക്കും. ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഈ ആത്മാവ് ലെവലിൽ നിന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ രഹസ്യമായ ഒരു കാര്യമാണ്. മനസ്സിലായി? ഇപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ എന്തുകൊണ്ട് അർജുനനെ ഭീഷ്മദേവനെയും ദ്രോണനെയും കൊല്ലാൻ വേണ്ടി കൃഷ്ണൻ പ്രേരിപ്പിക്കുന്നു വെച്ചാൽ അത് അവരോട് തന്നെ കൃഷ്ണൻ കാണിക്കുന്ന കാരുണ്യമാണ്. അവരുടെ ബാക്ക് ടു ഗോഡ് ഹെഡ്, ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തിലേക്കുള്ള യാത്രയിൽ അവർക്ക് ഈ ജന്മത്തിൽ തന്നെ അവർക്ക് കിട്ടേണ്ട പണിഷ്മെന്റ് കിട്ടിയാൽ അവർ പെട്ടെന്ന് വൈകുണ്ഠത്തിലെത്താൻ അവരെ സഹായകമാകും. അതുകൊണ്ട് ഇപ്പൊ തന്നെ കൊടുത്തു വിട്, അവർക്കുള്ള അക്കൗണ്ട് സെറ്റിൽ ചെയ്ത് വിടുന്നാണ് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എനിക്ക് ഞാൻ പണ്ടത്തെ എൻ്റെ കൂട്ടുകാരന്മാരോട് ഇപ്പൊ ഞാൻ അത്ര ബന്ധത്തിലല്ല. കല്യാണം കഴിഞ്ഞ ശേഷം തിരക്കായി. ഓക്കെ, കുറെ കഴിഞ്ഞപ്പോൾ സ്വന്തക്കാരോട് പോലും ഞാൻ പണ്ടത്തെ ബന്ധത്തിലല്ല. ഈവൻ സഹോദരിമാരോട് പോലും ഞാൻ പണ്ട് ഉണ്ടായിരുന്ന അത്രത്തോളം എന്നെ കൊണ്ട് മിങ്കിൾ ചെയ്യാൻ കഴിയുന്നില്ല. പ്രാരാബ്ദങ്ങളായിരിക്കാം, ജോലി തിരക്കായിരിക്കാം, അവരുടെയും തിരക്കായിരിക്കാം, എല്ലാം കൂടെ മാച്ചായി വരുന്നില്ല. പണ്ട് ഒരുമിച്ചായിരുന്നു എല്ലാത്തും. ഇപ്പോൾ നമ്മൾ വല്ലപ്പോഴും കാണുന്നതേ ഉള്ളൂ. ഫോണ് പോലും നമുക്ക് വിളിക്കാൻ അങ്ങോട്ട് കൊണ്ട് സമയം കിട്ടും.
അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ ഗ്യാപ്പായി പോയല്ലോ. അച്ഛനെ ആണെങ്കിൽ അച്ഛന്റെ കൂടെ നടന്ന ആൾ അച്ഛനെ വല്ലപ്പോഴൊക്കെ കാണുന്നുള്ളൂ. അങ്ങനെ അത്രയും തിരക്കായി. അമ്മയെടുത്ത് പോലും കുറച്ച് ഗ്യാപ്പായി. അപ്പൊ ഞാൻ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അതിന് ആൻസർ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. ഓക്കെ, അത് ഞാൻ വായിച്ച ഭാഗവതത്തില് ശ്രീമദ് ഭാഗവതം 10-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായം 25-ാം ശ്ലോകത്തിലാണ്. ഇതേ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? പണ്ടത്തെ സുഹൃത്തുക്കളുമായിട്ട് ഗ്യാപ്പായി, വളരെ ക്ലോസ് ആയിരുന്ന അമ്മയെടുത്ത് അച്ഛനെടുത്തും വല്ലപ്പോഴൊക്കെ കാണുന്ന ലെവലിലേക്കായി. അവരുടെ മടിയിലാണ് കിടന്നിരുന്നത് അല്ലെ? കുറെ പ്രാരബ്ധത്തിന്റെ ഇടയിൽ പിന്നെ അങ്ങനെ ഗ്യാപ്പായി. നമ്മളെ മക്കൾ നമ്മൾ വളർത്തി, മക്കളും മക്കളതായ തിരക്കിലേക്ക് പോയി അല്ലേ? അപ്പൊ അങ്ങനെ പലതും നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോ അതിന് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും? അതിന് ശ്രീമദ് ഭാഗവതം ആൻസർ പറയും. ഞാൻ പറയാം. ശ്രീമദ് ഭാഗവതം 10:5-25 കേട്ടോ. 10:5-25 ആൻസർ ഇതാണ്, കേട്ടോളൂ. ആൻസർ ഇതാണ്: നൈകത്ര പ്രിയ സംവാസ സുഹൃതാം ചിത്രകർമ്മണ ഓഹേനാ വ്യാഹമാനാനാ പ്ലവാനാം സ്രോതസോ യഥാ. എന്താണ്? ശ്രദ്ധിച്ചു കേട്ടോളൂ. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാൽ, മരകഷണങ്ങളും, ചിലരേറ്റ് പറയും മരകഷണങ്ങളും, ചിലരേറ്റ് പറയും മരകഷണങ്ങളും, ഒന്നുകൂടെ, മരകഷണങ്ങളും കമ്പുകളും നദിയിലെ അലകളുടെ ശക്തിപ്രവാഹത്താൽ ഒന്നിച്ചു നിൽക്കാനാവാതെ ഒഴുകി പോകുന്നു. ആണല്ലോ? അതുപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായി എത്ര അടുപ്പത്തിലാണെങ്കിലും പൂർവകർമ്മങ്ങളാലും കാലപ്രവാഹത്താലും ഒന്നിച്ചു കഴിയാൻ ആവുന്നില്ല. കാരണം അവരവരെ വലിക്കുന്നത് അവരവരുടെ കർമ്മഫലമാണ്. ഒരുമിച്ച് വരിക എന്നുള്ളത് ഒരു കർമ്മഫലത്തിന്റെ ഭാഗമായി ഒരുമിച്ച് വന്നതാണ്. പിന്നെ അവരവരുടെ കർമ്മഫലം അനുസരിച്ച് അവരവരുടെ കർമ്മഫലമായി അവർക്ക് കിട്ടത്തുള്ളൂ. ഒരുമിച്ച് ഒരേ ഫലം അനുഭവിക്കാൻ എല്ലാ കാലവും എല്ലാവർക്കും ഒരേ കർമ്മമല്ല. മനസ്സിലായോ? അതാണ് അതിന്റെ കാരണം. അതിനെ ഉപമിച്ചിരിക്കുന്നത്, നിങ്ങൾ നല്ല ഒഴുകി പോകുന്ന വെള്ളത്തില് മരകഷണങ്ങളും കമ്പുകളും നദിയിലെ അലകളുടെ ശക്തി പ്രവാഹത്തിൽ ഒന്നിച്ചു നിൽക്കാനാവാതെ ഇടയ്ക്ക് വന്ന് പൊട്ടും. എന്നിട്ട് ഇങ്ങനെ ഒഴുകുന്നതിന്റെ ഇടയിൽ ഒരു കമ്പ് ഇതിലേ അങ്ങ് പോവും, ഒരു കമ്പ് അതിലേ അങ്ങ് പോവും. ആണല്ലേ? അങ്ങനെയുള്ള ആ ഒഴുക്കിനെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവരവരുടെ കർമ്മഫലമാണ് അവരവരുടെ ലോകത്തേക്ക് കൊണ്ടുപോകും. യാദർച്ഛികമായിട്ട് നമ്മൾ കുറച്ച് സമയം മാത്രമേ ഒരുമിച്ച് വരത്തുള്ളൂ എന്ന് ഏതിൽ പറയുന്നത്? മനസ്സിലായ? ഇത് ഏതവസരത്തിലാണ് പറയുന്നത്? നന്ദഗോപരും വാസുദേവരും തമ്മിലുള്ള സംഭാഷണത്തില് കൃഷ്ണനെ ആരാണ് പ്രസവിച്ചത്? ദേവകി വാസുദേവനാണ് പ്രസവിച്ചത്. പക്ഷെ വളർത്തുന്നത് ആരാണ്? യശോദയാണ്. ഇത് കൂടുതൽ വേദന വേറെ വലുത് വരാനുണ്ട്? പക്ഷെ അത് ഒരുമിച്ച് കൊണ്ടുവരാൻ കാലപ്രവാഹം കൊണ്ട് പറ്റില്ല. ഇത് തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എത്ര സ്നേഹമില്ലാത്തവരാണ്? സ്നേഹമുണ്ട്, എന്നിട്ടും അങ്ങനെ അതങ്ങ് സെറ്റ് ആവത്തുള്ളൂ. കർമ്മഫലമാണ് അവരെ അങ്ങനെ കൊണ്ടു നിർത്തുള്ളൂ. എന്നതുപോലെ നമ്മുടെ അവസ്ഥയും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഈ മുത്തച്ഛനെയും ഭീഷ്മനെയും ദ്രോണനെയും ഒക്കെ എന്നും കെട്ടിപ്പിടിച്ച് കിടക്കാൻ ആർക്ക് കഴിയില്ല? അർജുന് കഴിയും. നിങ്ങളെ പിരിക്കുന്നത് അവരവരുടെ കർമ്മഫലമാണ് ഇതിനെ പിരിക്കുന്നത് എന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നു? മനസ്സിലായ? അപ്പൊ ഭഗവത്ഗീത എന്ന് പറയുന്നത് തിയറി എങ്കിൽ ശ്രീമദ് ഭാഗവതം പ്രാക്ടിക്കലാണ്. ഇതിന്റെ കണക്കിൽ ശ്ലോകം ഉണ്ടായില്ലേ? ഉണ്ട്. ഓക്കെ, ഇതാണ് അതുകൊണ്ട് ദ്രോണനെയും ഭീഷ്മനെയും കണ്ട് നീ അധികം വിഷമിക്കേണ്ട ആവശ്യമില്ല. അവരനുഭവിക്കുന്നത് അവരുടെ കർമ്മഫലമാണ്. നീ അനുഭവിക്കേണ്ടത് നിന്റെ കർമ്മഫലം. എന്നും എല്ലാ കാലവും എല്ലാവർക്കും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റില്ല. ഒരു സമയത്ത് മാത്രമേ ഒരുമിച്ച് വരൂ. ഒരു സമയം കഴിയുമ്പോൾ പിരിഞ്ഞു പോയേ തീരും. ഇതാണ് ഇത്. ഓക്കെ, വിഷമിക്കേണ്ട കാര്യം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് വരുന്ന ഈ ചെറിയ കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് കൃഷ്ണന്റെ നാമം കീർത്തിക്കാം. അത് നമ്മൾ എവിടെ ഒറ്റയ്ക്കിരുന്നാലും നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. അതുകൊണ്ട് നമുക്ക് ജപിക്കാം. എല്ലാവരും ഏറ്റു പറയൂ: ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നത് നമ്മുടെ കൃഷ്ണനെയാണ്. കൃഷ്ണനോടുള്ള ബന്ധം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ. ബാക്കി ഏത് ബന്ധവും നേരത്തെ വായിച്ച ശ്ലോകത്തിലുള്ളതുപോലെ താൽക്കാലികമായിട്ടുള്ളതാണ്. എന്നാൽ കൃഷ്ണനുമായിട്ട് ജീവാത്മാവിന്റെ ബന്ധം ശാശ്വതമാണ്, എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് മന്ത്രജപം
ഏത് സിറ്റുവേഷനിലും ജപിക്കുക. കൃഷ്ണനായിട്ടുള്ള ബന്ധം കൂട്ടുക. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓൺലൈനിലുള്ള ഡോട്ടീസിന് ചോദിക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സോ കമന്റ്സോ എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഭക്തജനങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ പോയിന്റ്സ് ഒക്കെ കിട്ടിയോ? നന്നായിരുന്നല്ലോ അല്ലേ? നല്ല ക്ലാസ് ആയിരുന്നു. ഞാനും ആസ്വദിച്ചു. നല്ല രസമുണ്ട്. ഞാൻ വായിച്ച ഈ ഒരു ശ്ലോകം എന്നെ ചിന്തിപ്പിച്ച ശ്ലോകമാണ്. ഞാൻ ഭാഗവത് എന്ന് പറഞ്ഞ ശ്ലോകം ഉണ്ടല്ലോ, അത് എന്നെ ഈ ആശ്വാസം കിട്ടിയൊരു ശ്ലോകമാണ്. അല്ലെങ്കിൽ ഞാൻ വിഷമിച്ച അവരവരുടെ കർമ്മഫലമാണ് നടക്കട്ടെ. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ ഗുരുദേവ് കി ജയ്. ഗൗരവമാനന്ദ. ഹരി ഹരി ബോൾ. താങ്ക് യു. ഓൺലൈനിൽ വന്ന ഭക്തജനങ്ങൾക്ക് നന്ദി. നിങ്ങൾക്ക് അഭയചരണം TV എന്നുള്ളൊരു യൂട്യൂബ് ചാനലിൽ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളെല്ലാം കാണാനും കേൾക്കാനും പറ്റുന്നതാണ്. നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഒരുമിച്ച് വരാം. അതേപോലെ ഇതേ ലിങ്കിൽ എല്ലാ ദിവസവും രാവിലെ ശ്രീമദ് ഭാഗവതം 8 മുതൽ 9 മണി വരെ ഉണ്ട്. ഇതേ ലിങ്കിൽ ഞായർ ഒഴിച്ചുള്ള ബാക്കി ദിവസങ്ങളിൽ ചൈതന്യ ചരിതാമൃതം 5 മുതൽ 6 മണി വരെ എല്ലാ ദിവസവും ഞായർ ഒഴിച്ചും ഉണ്ട്. ഇതേ ലിങ്ക് തന്നെയാണ്. ആഴ്ചയ്ക്ക് ഒരിക്കൽ ഭഗവത്ഗീത, എല്ലാ ഞായർ ഒഴിച്ച് ബാക്കി ദിവസങ്ങളിൽ ചൈതന്യ ചരിതാമൃതം വൈകുന്നേരവും ശ്രീമദ് ഭാഗവതം രാവിലെയും ഇതേ ലിങ്കിൽ അവൈലബിൾ ആണ്. എല്ലാ ഭക്തജനങ്ങളും അതിലും കൂടെ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരും ഫോൺ നമ്പറൊന്നും എൻ്റെ ഇല്ല. നിങ്ങൾക്ക് കിട്ടിയ ആ ലിങ്കിലുള്ള ഏറ്റവും താഴെയുള്ള നമ്പറിൽ നിങ്ങളുടെ ഫോൺ നമ്പർ അയക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്ത് ഇനിയുള്ള പ്രോഗ്രാം അറിയിക്കുന്നതാണ്. താങ്ക് യു. ഹരേ കൃഷ്ണ. നന്ദി. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. നന്ദി പ്രഭു. പ്രഭുവിന്റെ നമ്പർ എനിക്ക് വാട്സപ്പ് ഇടണേ. ആ ലിങ്കിന്റെ താഴെയുള്ള നമ്പറിൽ വാട്സപ്പ് ഇടണം. ഗ്രൂപ്പിൽ എനിക്ക് ഗ്രൂപ്പിൽ എന്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തിട്ടുണ്ടോ? എങ്കിൽ മതി. ഗ്രൂപ്പിലുണ്ട്. സ്വാഗതം പ്രഭു. സ്വാഗതം. നന്ദി. ഹരേ കൃഷ്ണ. പ്രണാമം. താങ്ക് യു.